ഹലോ, എന്തുകൊണ്ട് എല്ലാവരും വിശേഷം? നമുക്കിന്ന് നല്ലൊരു ഫ്രൂട്ട് പരിചയപ്പെട്ടാലോ? എല്ലാവർക്കും മനസ്സിലായില്ലയോ എന്തോ ഫ്രൂട്ടാന്ന്? ഇത് ഞാൻ ഒരുപാട് ഓമയ്ക്ക ഇവിടെ നട്ടു, പക്ഷേ ഒന്നും ശരിയായില്ലായിരുന്നു. പിന്നെ നട്ട് വളർത്തി പരിപാലിച്ച് കവറൊക്കെ ഇട്ട് നിർത്തിയിരുന്നതാണ്, കിളിയൊന്നും കൊണ്ടുപോകാതെ. അങ്ങനെ അതിപ്പോൾ നമുക്ക് പറിച്ചെടുക്കാം. ഇതിൻ്റെ പേര് റെഡ് ലേഡി ഓമയാണ്. എല്ലായിടത്തും ഇപ്പോൾ എല്ലാവരും ഇതല്ലയോ കൃഷി ചെയ്യുന്നത്. ഇത് ഞാൻ ഒരുപാട് നട്ടിട്ടൊന്നും പറ്റിയില്ല. പണ്ടൊക്കെ ചുമ്മാ അത് എല്ലായിടത്തും കിളിച്ച് വരുമായിരുന്നല്ലോ. അയ്യോ, ഇപ്പോൾ പോയേനെ. അതെന്തായാലും ഭാഗ്യത്തിന് തറയിൽ വീണില്ല. അപ്പോൾ ഇത് കഴിക്കുന്ന നല്ല ആരോഗ്യത്തിനും നമ്മുടെ സ്കിന്നിനും ഒക്കെ നല്ല ഒരു ഫ്രൂട്ടാണ്. ഇത് നമുക്ക് പച്ചയാണെങ്കിൽ തോരൻ വയ്ക്കാം, മെഴുക്കുരട്ടി വയ്ക്കാം, ഇതെല്ലാം ചെയ്യാം. നമ്മൾ വെറുതെ വിഷം അടിച്ച പച്ചക്കറിയൊന്നും വാങ്ങിച്ച് കഴിക്കാതെ ഇത് എരിശ്ശേരി വയ്ക്കാൻ പറ്റും. പിന്നെ സാമ്പാറിലൊക്കെ ഇടാം. അങ്ങനെ കുറച്ച് നമ്മുടെ അയ്യത്തുള്ള കുറച്ച് ഓമയൊക്കെ ഞാൻ കാണിച്ചു തരാം. എല്ലാം ഇങ്ങനെ വളർന്ന് വന്നിട്ട് കുറച്ചങ്ങ് ഇങ്ങോട്ട് വരുന്ന ഉടനെ അങ്ങ് മുരടിച്ച് പോവും. അതുകൊണ്ട് ഇതുപോലെ മണ്ടയൊക്കെ അങ്ങ് ഒരു മഞ്ഞ കളർ പോലായി എല്ലാം അങ്ങ് പന്നലാകുമായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ വളമൊക്കെ ഇട്ട് റെഡിയാക്കിയൊക്കെ എടുത്തതാണ്. അതുകൊണ്ട് എല്ലാം ഇതുപോലെ ആയിപ്പോയി. അതെല്ലാം കുറേ വെട്ടിക്കളഞ്ഞു. ഇവിടെ എല്ലാം നിറച്ച് ഞാൻ ഓമ നട്ടതായിരുന്നു. പക്ഷെങ്കിൽ ഒന്നും റെഡിയായില്ല. ഒരു ഓമയ്ക്ക ഒരാൾ തന്നപ്പോൾ അതിൻ്റെ അരിയെടുത്ത് പാകി എല്ലാം നട്ടു വെച്ചതാണ്. എൻ്റെ ഓമയുടെ പൂ കണ്ടോ ഇങ്ങനത്തെ പൂവാണ് അതിന്. അപ്പോൾ അത് അറിയാൻ വയ്യാത്ത ഇപ്പോൾ പിള്ളേർക്കൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അവരെയൊക്കെ കാണിച്ചു കൊടുക്കണം. പിന്നെ ഇതുപോലൊരു ഓമയ്ക്ക ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാനിങ്ങനെ കൊതിയായിട്ട് അങ്ങനെ അതിന് 60 രൂപ വാങ്ങിച്ചു വരും. ഇത് കണ്ട് നമ്മുടെ വീടിനോട് ചേർന്ന് ഉണ്ടായി വന്നതാണ്, തന്നെ കിളിച്ച് വന്നതാണ്. പക്ഷെ അത് ഇനി കായ്ക്കത്തില്ലെന്ന് പറയുന്നു, ആണോമയാന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ഒന്ന് പറഞ്ഞു തരണേ, അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയേ. അപ്പോൾ ഓക്കേ, ബൈ.